ആവശ്യകരമായ ലോകകപ്പിലെ മൂന്നാം ദിനവും 3 മത്സരങ്ങളാണ് നടക്കുന്നത്. ഇന്ന് നടക്കുന്ന ആദ്യ മത്സരത്തിൽ ലോകകപ്പിൽ ചരിത്രത്തിൽ ഇടം പിടിക്കാനൊരുങ്ങുകയാണ് ഇറ്റലി. ഇന്ന് രാവിലെ 11 മണിക്ക് നടക്കുന്ന മത്സരത്തിൽ കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡനിൽ ഇറ്റലി സ്കോട്ട്ലൻഡിനെ നേരിടും. ഇറ്റലി ആദ്യമായിട്ടാണ് ICC T20 ലോകകപ്പിൽ പങ്കെടുക്കുന്നത്. അതിനാൽ ഇന്ന് നടക്കുന്ന ഇറ്റലി സ്കോട്ട്ലൻഡ് മത്സരം പ്രാധാന്യം അർഹിക്കുന്നു. അതേസമയം ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനോട് പരാജയപ്പെട്ട സ്കോട്ട്ലൻഡ് ഇന്നത്തെ മത്സരത്തിൽ മടങ്ങിവരവ് നടത്താൻ ഒരുങ്ങുകയാണ്. ഇന്ന് നടക്കുന്ന രണ്ടാം മത്സരത്തിൽ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് സിംബാബ്വെ ഒമാനെ നേരിടുമ്പോൾ രാത്രി 7 മണിക്ക് നടക്കുന്ന മത്സരത്തിൽ ശക്തരായ ദക്ഷിണാഫ്രിക്ക കാനഡയെ നേരിടും. ലോകകപ്പിലെ പോയിന്റ് ടേബിൾ നോക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് എയിൽ ഇന്ത്യയും പാകിസ്ഥാനും 2 പോയിന്റുകൾ നേടി 1-2 സ്ഥാനത്താണ്. ഗ്രൂപ്പ് ബിയിൽ 2 പോയിന്റുള്ള ശ്രീലങ്കയാണ് ഒന്നാമത്. ഗ്രൂപ്പ് സിയിലാവട്ടെ 2 പോയിന്റുമായി വെസ്റ്റ് ഇൻഡീസ് 1-ാം സ്ഥാനത്തും ഇംഗ്ലണ്ട് 2-ാം സ്ഥാനത്തുമാണ്. ഗ്രൂപ്പ് ഡിയിൽ 2 പോയിന്റുമായി ന്യൂസിലാൻഡ് 1-ാം സ്ഥാനത്തെത്തി. 2020 ലോകകപ്പ് ആവേശം 2-ാം ദിനവും പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ലോക ക്രിക്കറ്റിലെ കുഞ്ഞൻ ടീമുകൾ വമ്പൻ ടീമുകളെ വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. മികച്ച പ്രകടനം കൊണ്ട് ക്രിക്കറ്റ് ലോകത്തെ വിസ്മയിപ്പിക്കുകയാണ് ചെറിയ ടീമുകൾ. നെതർലൻഡ്സും നേപ്പാളും USA വമ്പൻ ടീമുകളെ വിറപ്പിച്ചിരിക്കുന്നത്. ഏത് ടീമിനും ഇനി ചെറു ടീമുകൾക്കെതിരെ അനായാസം വിജയിക്കാൻ കഴിയില്ല എന്ന സൂചനയാണ് ചെറു ടീമുകൾ നൽകുന്നത്.